കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമേ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കാണുന്ന സച്ചി ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ശരത്ത് അങ്ങനത്തെ ഒരു പരിപാടിയല്ലോ കാണിച്ചിരിക്കുന്നത്. ഈ സമയത്ത് എല്ലാരും കൂടെ ചേർന്ന് മഹേഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ബാക്കി ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അവരെന്നിട്ട് മഹേഷിനോട് ചോദിച്ചു, എടാ എന്ത് പരിപാടിയാ കാണിച്ചേ? നിനക്ക് ആ ചിട്ട് കിട്ടിയപ്പോ എടുത്താ പോരായിരുന്നോ? ആ ചിട്ട് കിട്ടുമ്പോ ആ പൈസ എടുക്കുവായിരുന്നെങ്കിൽ ആന്റണി ഇപ്പൊ വന്ന് ചീത്ത പറയുമായിരുന്നോ? ആ പൈസ നിനക്ക് അങ്ങോട്ട് കൊടുത്താൽ പോരായിരുന്നോ? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് ചോദിക്കുക. നിന്റെ കയ്യിലാ തെറ്റെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ മഹേഷോട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന? ഓ അതിപ്പോ 2 ദിവസം താമസിച്ചോടത്തിപ്പോ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? സച്ചിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സച്ചിക്ക് ചിട്ടി കൊടുത്തു. അതിനകത്ത് ഇപ്പൊ വലിയ കഥയൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടോണ്ട് വന്ന് സച്ചി പറഞ്ഞു, അതെ ഞാൻ അതുകൊണ്ടൊന്നും അല്ല ഇപ്പൊ അവന്റെ കൈ തല്ലി ഒടിച്ചെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിച്ചു, എന്താടാ നീ പറഞ്ഞേ? അതെ ഞാൻ ശരത്തിന്റെ കൈ ഒടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടെന്ന് പറയാണ്. കാരണം എന്ത് കാരണം? അതൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് മഹേഷിന് മനസ്സിലായി, എന്തോ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയത്തില്ല. അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവനെ ഞാൻ അങ്ങനെ തല്ലിയത്, അല്ലാതെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലല്ല. നിന്നെ തല്ലാൻ കൈ വാങ്ങിയതോ അതിനൊന്നും അല്ല ഞാൻ അവനെ തല്ലിയെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷിന് മനസ്സിലായി എന്തോ കാര്യമുണ്ടെന്ന്. മഹേഷ് കൂടെയുള്ള മറ്റു ഡ്രൈവർമാരോട് പറഞ്ഞു, അതെ ഇവന്റെ സമ്മതം തെറ്റിയിരിക്കാൻ തോന്നാം, നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ കൂട്ടിക്കൊണ്ടങ്ങ് മാറിപ്പോവാണ്. എന്താടാ സച്ചി കാര്യം എന്താന്നൊക്കെ സച്ചിയോട് തിരക്കുവാണ്. ഇത് കേട്ട സച്ചി പറഞ്ഞു, കാരണം നീയൊന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ അവനെ തല്ലിയനെന്ന് പറയാണ്. തല്ലിയനോന്ന്? എന്തിനാടാ തല്ലുന്നേ? നീ എന്തിനാ അവനെ തല്ലുന്നതെന്ന് ചോദിക്കുക. ഞാൻ കരുതി എന്റെ നേർക്ക് അവൻ കൈ വെക്ക് കഴിഞ്ഞപ്പോ നീ അവന്റെ കൈ തിരിച്ചു പിടിച്ച് ഒടിച്ചാന്നാ. അതൊന്നും അല്ല, വേറെ കാരണമുണ്ടെന്ന് പറയണം. അവൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാന്ന് നിനക്കറിയാവോ മഹേഷ് എന്ന് ചോദിക്കും. അല്ല അതിന് മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തേ? എടാ നിന്റെ ഒരേ ഒരു അളിയനല്ലേടാ, പിന്നെ നീ എന്തിനടാ അവനെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേ? അവന്റെ വീട്ടുകാർക്ക് സഹിക്കുവോ നീ ആ ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ? രേവതിക്ക് സഹിക്കുവോ? രേവതി പിന്നെ ആ വീട്ടിൽ നിൽക്കുമോന്ന് ചോദിക്കാം. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, നീ നോക്ക്, അവൻ കാണിച്ചു വെച്ച വേല എന്താ നീ നോക്കാൻ പറഞ്ഞോണ്ട് ആ ഫോൺ അങ്ങോട്ട് കൊടുക്കുവാണ്. ഫോണിനകത്ത് വീഡിയോ അങ്ങോട്ട് കാണിക്കുവാണ്. ഇത് നിന്റെ അമ്മയല്ലേ? അമ്മയുടെ മാല ആരുടെ മോഷ്ടിച്ചോണ്ട് പോകാനുള്ളടാ. ഇത് ആരടാ ഈ പാതകം ചെയ്തതെന്ന് ചോദിക്കുക. അപ്പോഴാണ് പറഞ്ഞത് അപ്പുറത്തെ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാനായിട്ട്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശരത്തിനെ ആന്റണിയും കൂടെ കണ്ടു. ശരത്ത് തലേന്ന് ഹെൽമെറ്റ് ഇടുന്നു. അപ്പൊ ശരത്തും ആന്റണിയും കൂടെ ചേർന്നാണ് ഈ പരിപാടികൾ ചെയ്ത്. എന്താടാ സച്ചി ഇത്? എന്താ അവൻ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുക. അതെ എനിക്ക് അത് മനസ്സിലാകത്തെ, അവൻ നമ്മളെല്ലാരും പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു പറയാണ്. ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു, അല്ല അവൻ ഇത്രക്കാരനാണെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോഴേ കാര്യങ്ങളെക്കുറിച്ച് അറിയണേ. അല്ല നിനക്ക് ഈ വീഡിയോസ് ഒക്കെ എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ സ്റ്റുഡിയോ നടത്തുന്നത്. അപ്പം ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുക്കാനായിട്ട് അവിടെ പോയതാ. അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് ആ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും, കുടുംബ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മേൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന് ചില സംശയങ്ങൾ തോന്നി. അപ്പോഴാണ് അവൻ ഈ വീഡിയോസ് എടുത്ത് കാണിക്കുന്നത്. അമ്മയുടെ പണം മോഷണം പോയില്ലേന്ന് ചോദിച്ചോണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം പിന്നെ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല മഹേഷിന്. മഹേഷ് പറഞ്ഞു, എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പോണേ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മഹേഷേ, ആകെ പാടെ ബുദ്ധിമുട്ടാ. ഇതെങ്ങാനും രേവതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിന് എത്രമാത്രം സങ്കടമാവും അറിയോ? പാവൻ രേവതി. അവൾക്ക് ശരത്തിനെ കുറിച്ചൊക്കെ നല്ല പ്രതീക്ഷയാ. അവൾ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ലൊരു ജോലി വാങ്ങും, അവൻ കുടുംബത്തെ നോക്കും, അച്ഛനെ അമ്മേനെ പെങ്ങളെയൊക്കെ നോക്കും. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് അവൾ ഇരിക്കുന്നത്. കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം ഒത്തിരിയധികം പ്രതിസന്ധികളിലൂടെയാണ് ആ കുടുംബം കടന്നുപോയത്. ആ സമയത്തെല്ലാം അവനുണ്ടല്ലോ, അവൻ പഠിക്കുവാണല്ലോ, അവൻ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തുന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ ഈ അവനൊരു കള്ളനായിട്ട് മാറിയിരിക്കുക എന്നുള്ള കാര്യം രേവതി അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റുമോ മഹേഷ് എന്ന് ചോദിക്കും. എടാ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേങ്കിൽ അവനെ പറഞ്ഞ് തിരുത്തണ്ടേന്ന് ചോദിക്കടാ. പറഞ്ഞ് തിരുത്താനായിട്ട് അവന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നന്നാവുന്ന ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നേ. അന്ന് എന്റെ ബൈക്ക് മോഷ്ടിച്ച സമയത്ത് ഞാൻ ആ കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നില്ല അവനാ ചെയ്തതെന്ന്. കാരണം എന്താണെന്ന് അറിയാവോ നിനക്ക്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിനെ എല്ലാവരും കുറ്റപ്പെടുത്തുമെന്ന് കരുതിയിട്ട്. പക്ഷെ അവസാനം സത്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും രേവതിനെ കുറ്റപ്പെടുത്തി. അതിന്റെ പേരിൽ രേവതി എത്രമാത്രം നാണം കെട്ടെന്ന് അറിയാവോ? അതിന്റെ കേട് മാറിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതും കൂടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ, എന്റെ വീട്ടിലാണെങ്കിലും അവളുടെ വീട്ടിലാണെങ്കിലും അത് പറയാൻ പറ്റില്ലെന്ന് പറയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാണ്ട് ഞാൻ രേവതിയുടെ വീട്ടിലേക്ക് തന്നെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ അമ്മേ അനിയത്തിയൊക്കെ പറഞ്ഞു എന്താണെന്നറിയോ? നല്ല കാര്യങ്ങളെ ശരത്തിനെ കുറിച്ച്. അവൻ പണ്ടത്തെ പോലെ ഒന്നും അല്ല, ആളിപ്പം മിടുക്കനാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊക്കെയുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം വിഷമമായെന്നറിയോ? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാടാ അവരോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നേ? ഞാനൊരു മനുഷ്യല്ലേന്ന് ചോദിക്കുക. മഹേഷ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ആ സ്റ്റുഡിയോയിലുള്ള വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നാളെ ആരെങ്കിലും കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശരത്തിനെ കള്ളനെന്ന് വിളിക്കില്ലേ? രേവതിക്കും ദേവുവിനൊക്കെ അത് ഭയങ്കര മോശക്കേടുണ്ടാക്കും. പോരാത്ത ലക്ഷ്മിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ ഈ ഫോണിനകത്തെ വീഡിയോ കൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാന്ന് പറയണം. അത് വേണ്ട, അത് ശരിയാകത്തില്ലെന്ന് പറയാം.
എന്താ ഈ ഫോണിനകത്ത് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നാളെ മിക്കവാറും നീ എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരനാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കാണിക്കാനൊരു തെളിവ് വേണം. നീ ഇത് ഡിലീറ്റ് ചെയ്ത് കളയില്ലെന്ന് പറയാം. സച്ചി പറഞ്ഞു, അടാ അതിന് പിന്നെ ഞാൻ കളയണ്ടെന്ന് പറഞ്ഞാൽ കളയണ്ട സച്ചി എന്നൊക്കെ മഹേഷ് പറയണം. പിന്നീട് സച്ചിയോട് പറഞ്ഞു, നീ ഇപ്പൊ സമാധാനിക്ക്, നീ ഒന്നെങ്കിൽ രേവതിയോടെങ്കിലും ഈ കാര്യം തുറന്നു പറ. അത് പറ്റില്ലടാ, അവളോട് ഞാൻ എങ്ങനെ തുറന്നു പറയണേ? അവൾക്ക് അവളുടെ അനിയനെ കുറിച്ച് നല്ല പ്രതീക്ഷയല്ലേ, അവൾക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ദയവായിട്ട് എന്തെങ്കിലും വഴി കാണിച്ചു തരട്ടെ, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ തന്നെ ഇത് ഞാൻ കൊണ്ടു നടക്കുമെന്ന് പറയാം. അവനെ ഒന്ന് കാണുന്നുണ്ട് ഞാൻ. ഇനി ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ സച്ചി പറയണം. പിന്നീട് സച്ചി പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ നിന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല, ഞാൻ പോവാന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സച്ചിയുടെ ഫോണിലേക്ക് രേവതി വിളിക്കുകയാണ്. അപ്പൊ രേവതി ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ശരത്തിന് മേടിച്ചു കൊടുത്തു. എന്നിട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് ദേവതി അങ്ങോട്ട് സച്ചേട്ടനെന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അങ്ങനെ സച്ചിനെ വിളിച്ചിട്ട് സച്ചേട്ടൻ എവിടെയാന്ന് ചോദിക്കാം. ഞാൻ എവിടെയായിരിക്കും ഈ സമയത്ത്? അല്ല സച്ചേട്ടൻ ഓട്ടത്തിലാണോ? അതെ ഓട്ടത്തിലാ, ഈ ലോങ് ഓട്ടത്തിലാന്ന് പറയണം. അതെ സച്ചേട്ടൻ പെട്ടെന്ന് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറയണം. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലില്ലേ, അങ്ങോട്ടേക്ക് വരണമെന്ന് പറയണം. അതിൻ്റെ ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നേ. അത് പിന്നെ അവനുണ്ടല്ലോ ശരത്ത്, അവനെന്തോ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, ബൈക്കിൽ നിന്ന് വീണ് അവന്റെ കൈക്ക് നല്ല പ്രശ്നമുണ്ടെന്ന് പറയണം. ഓ അതാണോ കാര്യം? അതിപ്പോ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ, നീ അവിടെ ഇല്ലേന്ന് ചോദിക്കുവാണ്. രേവതി ചോദിച്ചത്, എന്താ സച്ചേട്ടാ ഇങ്ങനെ പറയണേ? ഞങ്ങള് 3 പെണ്ണുങ്ങൾ മാത്രം ഇവിടെ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും കാര്യത്തിന് ആവശ്യത്തിന് ഓടി നടക്കട്ടെ വന്നാൽ സച്ചേട്ടൻ വേണ്ടേ? അതാ സച്ചേട്ടനെ വിളിച്ചെന്ന് പറയാം. ഞാൻ പറഞ്ഞില്ല രേവതി, ഞാൻ ലോങ് ഓട്ടം പോവാന്ന്. ഇപ്പൊ ഇത് ഇട്ടിട്ട് വരാൻ പറ്റില്ല, പകുതി ദൂരം എത്തിയെന്ന് പറയണം. ഓഹോ, അപ്പൊ നിനക്ക് എന്റെ അനിയനേക്കാളും പ്രധാനം നിങ്ങളുടെ ഓട്ടം അല്ലേന്ന് ചോദിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നോക്കാൻ നീ അവിടെ ഇല്ലേ, പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്ന ചോദിക്കുക. അപ്പൊ ഞാൻ സച്ചേട്ടനൊരു ശല്യമായെന്ന് ചോദിക്കുക. ശല്യത്തിന്റെ അല്ല രേവതി, പറയുന്ന അങ്ങോട്ട് അനുസരിക്കുക. എനിക്കിപ്പോ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഡോക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ഡോക്ടറല്ലേ ചെയ്യണ്ടേ, ഞാനല്ലോ ചെയ്യണ്ടേ. പിന്നെ എനിക്ക് അവിടെ ഒന്നും വെറുതെ നോക്കി നിൽക്കാന്ന് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടോന്ന് ചോദിക്കുക. രേവതിക്ക് വിഷമായിപ്പോയി. ഇപ്പൊ സച്ചി അങ്ങോട്ട് കോളും കട്ട് ചെയ്തു. രേവതി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്തായ മോളെ? മോൻ ഇപ്പൊ തന്നെ വരുമോന്ന് ചോദിക്കുക. സച്ചേട്ടന് ഓട്ടം പോയിക്കുക, കുറച്ച് ദൂരേക്കാന്ന് പറയണം. ഇത് കേട്ടതും ശരത്തൊന്ന് ആലോചിച്ചു. ശരത്ത് പറഞ്ഞു, അല്ല സച്ചേട്ടൻ എന്ത് പറഞ്ഞു? ഇപ്പം വരാൻ പറ്റത്തില്ല, ചിലപ്പോൾ പിന്നെ വരുമായിരിക്കും എന്ന് പറയണം. വേറെ എന്തെങ്കിലും പറഞ്ഞു നിൽക്കും, അവന് ടെൻഷനാണ്. വേറൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. അപ്പോഴാണ് ശരത്തിന് ആശ്വാസമായത്. സച്ചേട്ടൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഇനിയെങ്ങാനും എന്തേലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ലക്ഷ്മി പറഞ്ഞു, പോട്ടെ മോളെ, അവൻ ഓട്ടം ഉള്ളതല്ലേ, അല്ലെങ്കിൽ ഓട്ടം കളഞ്ഞ് ഇവിടെ വന്നിട്ട് എന്താവാനാ? എല്ലാവരും കൂടി ജോലിയും കൂലിയില്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് കാര്യം നടക്കുക. അവന് സീസിയും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുള്ളതല്ലേ. ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പോരെന്നൊക്കെ ചോദിക്കുകയാണ്. രേവതി പറഞ്ഞു, എന്നാലും അമ്മേ സാരമില്ല, ദേവ് സമാധാനിപ്പിക്കുന്നുണ്ട്, സച്ചേട്ടൻ ഓട്ടം പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയണം. ഈ സമയം രേവതി ശരത്തിനോട് എന്നിട്ട് പറഞ്ഞു, ഇതേ സച്ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല, കണ്ടവന്റെ ബൈക്കും മേടിച്ചോണ്ട് പോകണ്ടെന്ന് എന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ദേഷ്യപ്പെടുവാണ് ശരത്തിനോട്. ശരത്തൊന്നും ഇടാതെ തലകുനിച്ച് നിൽക്കുക. പിന്നീട് ലക്ഷ്മി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തോണ്ടിരാന്ന് പറയണം. ഇതേ ഇടപ്പോൾ രേവതി പറഞ്ഞു, അമ്മേ ഞാനൊരു കാര്യം ചെയ്യാം, എന്നാ ഞാൻ പോയി ഫുഡ് എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരാം, വീട്ടിൽ നിന്ന് കഞ്ഞി എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരാന്ന് പറയാം. വേണ്ട മോളെ, ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ടല്ലോ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. പിന്നെ ദേവ് ഇവിടെ ഉണ്ടല്ലോ, നീയും കൂടെ ഇവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ ലക്ഷ്മിയമ്മ വീട്ടിലേക്ക് പോവാണ്. പിന്നീട് ലക്ഷ്മിയമ്മ വന്നതിന് ശേഷം രേവതി വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് എന്നപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങൾ? അവന്റെ കൈക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. എക്സ്റേ ഒക്കെ എടുത്തച്ചാ, പക്ഷേ എങ്കിൽ ഒന്നും പറയാറായിട്ടില്ല. ഇന്നിനിപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റില്ലായിരിക്കും, നാളെ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന് പറയണം. എന്ത് കേട്ടോ എന്നിപ്പോൾ ചന്ദ്രമതി ചോദിച്ചു. ഓഹോ, അപ്പം നല്ല രീതിയിലുള്ള കിട്ടിയിരിക്കുന്ന അല്ലേന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് രവീന്ദ്രൻ, ചന്ദ്രൻ നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ രവീന്ദ്രൻ ചോദിച്ചു, ബൈക്കിൽ നിന്ന് വീണതല്ലേ മോളെന്ന് ചോദിക്കും. അതേ വെച്ചാൽ ബൈക്കിൽ നിന്ന് വീണാന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, നല്ല കാര്യമായി. അല്ല ഈ ബൈക്കിൽ നിന്നൊക്കെ വീണാനായിട്ട് അവൻ്റെ ബൈക്കൊന്നും ഇല്ലോ എന്ന് പറയണം. അത് പിന്നെ കൂട്ടുകാരൻ്റെ ബൈക്കാന്ന് പറയണം. കിട്ടിയ അവസരം മുതലാക്കുവാണ് സുധി പറഞ്ഞു, കൂട്ടുകാരൻ്റെ ബൈക്കാണോ അതോ പലയിടത്തുനിന്ന് മോഷ്ടിച്ചാണെന്ന് ചോദിക്കണം. ആ സമയത്ത് രേവതിക്ക് സങ്കടം വന്നു. വർഷ പറഞ്ഞു, മോഷ്ടിക്കാനോ? അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടോന്ന് ചോദിക്കും. പിന്നെ ഉണ്ടോന്നോ? മുമ്പ് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചോണ്ട് പോയതല്ലേ അവരെന്ന് ചോദിക്കുകയാണ്. രേവതിക്ക് സങ്കടം വന്നു. അപ്പോഴാണ് സച്ചി മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വരുന്നത്. രേവതിക്ക് അത്ഭുതം തോന്നി. സച്ചിയുടെ ഓട്ടം പോകാന്ന് പറഞ്ഞിട്ട് മുറിയിൽ കയറിയിരിക്കുന്നു. പിന്നീട് അതിനെക്കുറിച്ച് സച്ചിയോട് ചോദിക്കുന്നുണ്ട്. സച്ചി പറഞ്ഞു, എനിക്ക് ഓട്ടം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ പോയില്ല എന്ന് പറയണം. അതെന്താ? നല്ലൊരു തലവേദന, അതുകൊണ്ട് ഞാനും കൂടി പോയെന്ന് പറയണം. എന്നാൽ പിന്നെ സച്ചിയാണ് ഹോസ്പിറ്റലിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. സച്ചി പറഞ്ഞു, എനിക്ക് പറ്റില്ലായിരുന്നു, അതുകൊണ്ട് വന്നില്ല എന്നൊക്കെ പറയണം. എന്നാലും എൻ്റെ അനിയനൊരു ആപത്ത് വന്നു, ഇപ്പൊ സച്ചിയേട്ടൻ വന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ കുറ്റപ്പെടുത്തുക. അപ്പൊ സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, പിന്നെ അവന്റെ കയ്യിലിരിപ്പോണ്ട് അവന് സംഭവിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതിക്ക് ഇങ്ങനെ നോക്കുവാണേ, അവന്റെ കയ്യിലിരിപ്പോ? രവീന്ദ്രൻ ചോദിച്ചു, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ?
അല്ല കണ്ടവന്റെ ബൈക്കും മേടിച്ചോണ്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നവന്, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയണം. ഇത് കേട്ടതും വർഷ പറഞ്ഞു, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. രേവതിക്ക് സങ്കടമായപ്പോ എല്ലാരും കൂടെ ചുറ്റും നിന്ന് കുറ്റപ്പെടുത്തി കഴിയുമ്പോഴത്തേനും സച്ചി പറഞ്ഞു, പറഞ്ഞാൽ അനുസരിക്കില്ല, അറിയാത്തവർ ചൊറിയുമ്പോൾ അറിഞ്ഞോളും എന്നൊക്കെ പറഞ്ഞൊരു സച്ചി ദേഷ്യപ്പെടുവാണ്. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാണ് അതിനിങ്ങനെ ദേഷ്യപ്പെടുന്നത് ചോദിക്കുക, പിന്നല്ലാതെ അവൻ ചെയ്ത പ്രവർത്തിക്ക് ഇതൊന്നും അല്ല അവനിട്ട് കൊടുക്കണ്ടേന്ന് പറയണേ. ഒരു നിമിഷം രവൻ ഞെട്ടിപ്പോയി. രേവതി പെട്ടെന്ന് ചോദിച്ചു, എന്താ സച്ചേട്ടൻ പറഞ്ഞേന്ന് ചോദിക്കാം. ഞാൻ ആ വണ്ടിയുടെ കാര്യം പറഞ്ഞാ വല്ലവന്റെ ബൈക്കും കൊണ്ട് പോണോ എന്ന് ചോദിക്കണം. ചന്ദ്രമതിക്ക് പെട്ടെന്ന് സംശയം തോന്നി, ഇവൻ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു കാര്യമുണ്ട്. സച്ചിയോട് പിന്നെ രവീന്ദ്രൻ പറഞ്ഞു, എടാ ഈ സമയത്ത് രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണോ നീ അവളെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചോണ്ട് സച്ചിനെ വഴക്ക് പറയാണ് രവീന്ദ്രൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, പറയട്ടെ അച്ഛാ, സച്ചിയേട്ടൻ എന്ത് വേണമല്ലോ ആവാലോ, അനുഭവിക്കുന്നവർക്കല്ലേ എന്റെ വിഷമം അറിയത്തുള്ളൂ. എന്റെ അനിയന്റെ കാര്യമായതുകൊണ്ടല്ല സച്ചിയാണ് ഇങ്ങനെ, കുഴപ്പമില്ല, എന്റെ അനിയനെ നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ടേക്ക് പോവാം. ആ സമയം സച്ചിക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്നറിയില്ല, സച്ചി നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.